ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. അറിവ് മന്ത്രം 8. അറിവെന്നേ ഇതുമുണ്ടറിവുണ്ടെന്നാലിതെങ്ങു നിന്നീടും. അറിവൊന്നെണ്ണം വേറില്ലറിവല്ലാതെങ്കിലെന്തിരിക്കുന്നു. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശുഭദിനം, സുപ്രഭാതം. ഏവർക്കും വിനീതമായ നമസ്കാരം. അറിവ് മന്ത്രം 8 വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം. അറിവ് ഏതു കാലം മുതൽ ഉണ്ടായിരുന്നു, അന്നു മുതൽ തന്നെ ഇതെന്ന തരത്തിൽ അറിയാവുന്ന വിഷയങ്ങളും, അതായത് ഈ ലോകവും ഉണ്ടായിരുന്നു. അറിവുള്ളിടത്തോളം കാലം വിഷയങ്ങളും ഉണ്ടായിരിക്കുകയും ചെയ്യും. ഇങ്ങനെ അറിവുള്ളപ്പോൾ അറിയപ്പെടുന്നതും ഉണ്ടായിരിക്കുമെങ്കിലും വാസ്തവത്തിൽ ഉണ്മയുള്ളത് അറിവിനു മാത്രമാണെന്ന് നാം കണ്ടു കഴിഞ്ഞു. അത് തെളിഞ്ഞു കിട്ടിയാൽ അറിയപ്പെടുന്നതായ ഇതിൻ്റെ ഉണ്മ അറിവിൽ തന്നെയല്ലാതെ മറ്റെവിടെയാണ് ഉണ്ടായിരിക്കുക? അറിവ് വാസ്തവത്തിലുള്ളത് ഉണ്മ മാത്രമല്ല, അത് ഒന്നുമാണ്. അറിവല്ലാത്ത വേറൊന്ന് എന്നു പറയത്തക്കവണ്ണം ഒന്നില്ല. ആകെയുള്ളത് ഒരറിവ് മാത്രം. ഇതാണ് പരമാർത്ഥമെങ്കിൽ എന്താണുള്ളത്? ഈ ലോകം വല്ലതും ഉള്ളതാണോ? അല്ല, ഉള്ളത് അറിവ് മാത്രമാണ്. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ.